വിശ്വാസികളെ, പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയും ദൈവിക സ്നേഹവും പ്രാർത്ഥനയുടെ മഹത്വവും വെളിപ്പെടുത്തുന്ന ഭാഗമാണിത്. യോഹന്നാൻ സ്നാപകൻ്റെ മരണത്തിനു ശേഷം യേശു ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോകുവാൻ ശ്രമിച്ചു. എന്നാൽ വലിയ ജനക്കൂട്ടം അവനെ പിന്തുടർന്നു. അവരെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം കരുണ കൊണ്ട് നിറഞ്ഞു. അവൻ രോഗികളെ സുഖപ്പെടുത്തി. പിന്നീട് 5 അപ്പവും 2 മീനും കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ ഭക്ഷിപ്പിച്ചു. തുടർന്ന് അവൻ ഏകാന്തമായി പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറി. ഈ വചനഭാഗം നമ്മെ 3 പ്രധാന ആത്മീയ സത്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. 1. ക്രിസ്തുവിൻ്റെ കരുണ. ജനക്കൂട്ടം യേശുവിനെ പിന്തുടർന്നപ്പോൾ അവൻ അവരെ തള്ളിയില്ല. വചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ അവരെ കണ്ടപ്പോൾ അവർക്ക് കരുണ തോന്നിയെന്ന്. അവൻ അവരുടെ രോഗികളെ സുഖപ്പെടുത്തി. ഇത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ് കാണിക്കുന്നത്. പരിശുദ്ധ സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം പറയുന്നു: ക്രിസ്തുവിൻ്റെ കരുണ മനുഷ്യരുടെ കഷ്ടപ്പാടുകളെ അവഗണിക്കാത്ത ദൈവഹൃദയത്തിൻ്റെ വെളിപ്പാടാണ് എന്ന്. അതുകൊണ്ട് ദൈവം മനുഷ്യരുടെ വേദനകളെ കാണുന്നവനാണ്. രണ്ടാമത്തെ ചിന്ത എന്നുള്ളത് ചെറിയ സമർപ്പണവും വലിയ അത്ഭുതവുമാണ്. ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത് 5 അപ്പവും 2 മീനും മാത്രമാണ്. ഇത് ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് മതിയാകില്ല എന്നവർ കരുതി. എന്നാൽ യേശു തമ്പുരാൻ ആ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞു അതിനെ ആശീർവദിച്ചു. അപ്പോൾ അത്ഭുതം സംഭവിച്ചു. എല്ലാവർക്കും തൃപ്തിയായി ഭക്ഷിച്ചു. 12 കൊട്ടകൾ ശേഷിക്കുകയും ചെയ്തു. പരിശുദ്ധനായ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിൽ ചെറിയതും വലിയ അനുഗ്രഹമായി തീരുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചെറിയ വിശ്വാസവും ചെറിയ സേവനവും ദൈവം വലിയ അനുഗ്രഹമാക്കി മാറ്റുന്നു. മൂന്നാമത്തെ ചിന്ത എന്നുള്ളത് പ്രാർത്ഥനയുടെ മാതൃകയാണ്. ഈ അത്ഭുതത്തിന് ശേഷം യേശു ശിഷ്യന്മാരെ പടകിലയച്ചു. അവൻ ജനങ്ങളെ വിട്ടയച്ചു. പിന്നീട് അവൻ മലയിൽ കയറി ഏകാന്തമായി പ്രാർത്ഥിച്ചു. ക്രിസ്തുവിന് ദൈവപുത്രനായിട്ടും പ്രാർത്ഥന ആവശ്യമായിരുന്നുവെങ്കിൽ നമുക്ക് അതിലും കൂടുതലായി എത്രമാത്രം ആവശ്യമായി വരും. എഫ്രൈം ദ സിറിയൻ പറയുന്നത്, പ്രാർത്ഥന മനുഷ്യനെ ദൈവത്തോട് ഒന്നിപ്പിക്കുന്ന ഒരു ആത്മീയ ശ്വാസമായിട്ടാണ്. 3 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 1. ക്രിസ്തു കരുണയുള്ള രക്ഷകനാണ്. 2. ചെറിയ സമർപ്പണം പോലും ദൈവം വലിയ അനുഗ്രഹമായി കാണുന്നു. 3. പ്രാർത്ഥന ആത്മീയ ജീവിതത്തിൻ്റെ ശക്തിയാണ്. കർത്താവിൽ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര ചെറിയതായാലും ദൈവത്തിന് നാം അവയെ സമർപ്പിക്കണം. ദൈവം അതിനെ മഹത്വരമായ അനുഗ്രഹമാക്കി മാറ്റും. ക്രിസ്തുവിൻ്റെ കരുണയും പ്രാർത്ഥനയുടെ മാതൃകയും പിന്തുടർന്ന് നമുക്ക് ജീവിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സദാ വർദ്ധിച്ച് നിറയുമാറാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.